മണ്ണ് നീക്കം ചെയ്യണമെന്നൊരു നിർദ്ദേശം കൊടുത്തതുകൊണ്ട് മാത്രം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം തീർന്നോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. അവർ നീക്കം ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുത്തില്ല എന്ന ചോദ്യം. കളക്ടർ നിർദ്ദേശം നൽകിയ സമയത്ത് മഴ ഇത്രത്തോളം ശക്തമായിരുന്നില്ല. അന്ന് അവർക്ക് മണ്ണ് നീക്കം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരെന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യം ഉയരുന്നതോടൊപ്പം അങ്ങനെ മണ്ണ് നീക്കം ചെയ്യാത്ത ആ കമ്പനിയെ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായില്ല എന്ന മറു ചോദ്യം കൊണ്ടും പ്രതിപക്ഷം നേരിടുന്നുണ്ട്. അതോടൊപ്പം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണമായി നമുക്ക് അറിയാൻ കഴിഞ്ഞത് മണ്ണ് കൂട്ടിയിടാനുള്ള സ്ഥലം എവിടെ എന്നുള്ളത് സർക്കാർ കാണിച്ചു കൊടുത്തില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ്. ഇത്രയും വലിയ അളവിലുള്ള മണ്ണ് അതെവിടെ സംരക്ഷിക്കണമെന്നുള്ള എവിടെ കൂട്ടിയിടണം എന്നുള്ളത് ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടിയൊരു അനുവാദത്തോടെ വേണ്ട കാര്യമാണ്. 1-2 ക്വാറികൾ ഉപയോഗശൂന്യമായ ക്വാറികൾ കണ്ടെത്തിയിരുന്നെങ്കിലും അവിടെ എവിടെ ഇത് കൂട്ടിയിടണം എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു എന്ന വിശദീകരണവും കമ്പനിയുടേതായിട്ടുള്ളതായി വന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിൽ ആരോപണ പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും ഈ ദുരന്തത്തെ ചൊല്ലി ഇനിയുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഇന്ന് അറിയാനുള്ള ഒരു കാര്യം. എന്നാണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും എം വി ഗോവിന്ദൻ മാസ്റ്ററുമൊക്കെ അപകട സ്ഥലം സന്ദർശിച്ച് മടങ്ങി വരികയാണ്. കനത്ത മഴ തന്നെയാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? ഇവർക്ക് എവിടെ വെച്ചായിരിക്കും അങ്ങനെയെങ്കിൽ മഴ അതിനൊക്കെ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മറ്റും പോകുന്നുണ്ടോ പ്രതിപക്ഷ നേതാക്കൾ? തീർച്ചയായും ഇവർ മാധ്യമങ്ങളെ ഇവിടുന്ന് കാണുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇന്ന് 11:30 CPM-ൻ്റെ ഓഫീസിൽ വെച്ച് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചൊരു പ്രതികരണത്തിൻ്റെ സാധ്യത കുറവാണ്. മാത്രമല്ല നമുക്കറിയാം പിണറായി വിജയൻ സഖാവ് ഇങ്ങനെ മറുപടികൾ പറയുന്നതിലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങൾ പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അദ്ദേഹം അടങ്ങുന്ന സംഘം, അദ്ദേഹത്തിൻ്റെ നേതൃത്വ സംഘം നേരെ പോകുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ്. മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് പോവുക. അവിടെ നിന്നും അതിനുശേഷം ആശുപത്രിയിൽ VMC ആശുപത്രിയിൽ അവിടെയാണ് പരിക്കേറ്റവരൊക്കെ ചികിത്സയിലുള്ളത്. അവരുടെ ആരോഗ്യ വിവരങ്ങളും പ്രശ്നങ്ങളും അറിയുവാൻ ആശുപത്രിയിലേക്കാണ് ഇവിടെ നിന്നും സംഘം നേരെ പോകുന്നത്. അതിനുശേഷം CPM-ൻ്റെ ആസ്ഥാനത്ത് വെച്ച്, ജില്ലാസ്ഥാനത്ത് വെച്ച് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവും ഗോവിന്ദൻ മാസ്റ്ററോടങ്ങുന്ന സംഘം അപകട സ്ഥലം സന്ദർശിച്ച് മടങ്ങുകയാണ്. അദ്ദേഹം കാറിൽ കയറുകയാണ്. ഇവിടെ നിന്ന് നേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ്. മേപ്പാടിയിലെ പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് സംഘം പോകുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ഇപ്പോൾ വാഹനത്തിൽ കയറുകയാണ്. എന്താണെങ്കിലും ഇന്ന് രാവിലെ ഇതുവരെ ഉള്ള ഒരു തെരച്ചിൽ, അതിൽ ഒരു മൃതദേഹം കണ്ടെത്തി എന്നുള്ളത് തെരച്ചിലിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം നൽകുന്നത് തന്നെയാണ്. പക്ഷേ മാറുന്ന കാലാവസ്ഥ അതുതന്നെയാണ് ഇവിടെ ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് ഉള്ളത്. വലിയ മഴ പെയ്താൽ ശക്തമായ മഴ ഈ ഒരു തെരച്ചിലിനൊക്കെ തന്നെ വിഘാതം തീർക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന അവസ്ഥ എന്നതാണ് ഇന്നത്തെ ഒരു കാലാവസ്ഥ. എന്നാണെങ്കിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കള്ളാടിയിലെ അപകട സ്ഥലം സന്ദർശിച്ച് മടങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, ഒപ്പം MV ജയരാജൻ എന്നിവർ ഉണ്ടായിരുന്നു. അവർ വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം മടങ്ങുകയാണ്. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇപ്പോൾ മടക്കം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ മുഖ്യമന്ത്രി ഈ മേഖല സന്ദർശിച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിന് അതിനു മുൻപ് ചില രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ 11:30 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. പ്രതിപക്ഷ നേതാക്കളുടെ അതിൽ എന്തെങ്കിലും പറയുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മഴ ശക്തമായി തുടരുകയാണ്. അവിടെ അതിശക്തമായ മഴയുണ്ട്. മഴയെ അവഗണിച്ചാണ് പ്രതിപക്ഷ നേതാക്കൾ ഈ ദുരന്ത സ്ഥലത്ത് എത്തുകയും ഇപ്പോൾ മടങ്ങുകയും ചെയ്തത്. ഈ അനുമോദ തുടക്കത്തിൽ ഒരു അരമണിക്കൂർ മുമ്പ് വരെ നല്ല കാലാവസ്ഥയായിരുന്നു, വെയിലുണ്ടായിരുന്നു. അതിനുശേഷം മഴ ശക്തമായി പെയ്തു.
ഇപ്പോൾ അവിടെ വീണ്ടും തെരച്ചിൽ തുടരുകയാണ് എന്ന വിവരം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഒരു മൃതദേഹം കൂടി ലഭ്യമായത്. അനുമോദ്, ഇനിയിപ്പോൾ 4 പേരെക്കുറിച്ചാണ് വിവരം കിട്ടാനുള്ളത് അല്ലേ? എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടോ? ഇപ്പോൾ ഈ മണ്ണ് കൂടിക്കിടക്കുന്ന മേഖലകൾ അത് മണ്ണ് മാറ്റിയുള്ള പരിശോധന തന്നെയാണ് നടക്കുന്നത്. മറ്റെന്തെങ്കിലും കടാവർ നായകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ സേവനം ഇന്നുമുണ്ടോ? ഏതൊക്കെ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, തെരച്ചിൽ പുരോഗമിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 സോണാക്കി തിരിച്ചതിൽ സോൺ 1 കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ പരിശോധന നടക്കുന്നത്. ഒപ്പം സോൺ 3-ലും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വലിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച്, അതായത് ഈ ദുർബലമായ മണ്ണിലും നിലയുറപ്പിക്കാൻ കഴിയുന്ന വലിയ ഹിറ്റാച്ചുകൾ കൊണ്ടുവന്നാണ് ഇപ്പോൾ ആ മേഖലയിലെ മണ്ണ് നീക്കി പരിശോധന നടക്കുന്നത്. അതോടൊപ്പം കെടാവർ നായകളെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ പല ദുരന്തമുഖങ്ങളിലും ഏറ്റവും അധികം ഈ ആളുകളെ കണ്ടെത്താനൊക്കെ സഹായകമായിട്ടുള്ള കെടാവർ നായകളെ നമ്മൾ മുമ്പ് പലപ്പോഴും കവളപ്പാറയിലും അതുപോലെ തന്നെ മേപ്പാടിയിലും മുണ്ടക്കയിലും മുത്തുമലയിലും ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ വടക്കാഞ്ചേരി ദുരന്ത മുഖത്തുമൊക്കെ സേവനം ചെയ്ത മായയടക്കമുള്ള കെടാവർ നായകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ മേഖലയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ കാരണം മണ്ണ് വളരെ കുണിഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നായകളെ ഇറക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. നായകളടക്കം മണ്ണിൽ പൂന്തിപ്പോകുന്ന, ആണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവരെ നായകളെ കൊണ്ട് പരിശോധന നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇപ്പം നമ്മൾ അവിടെ എന്തോ കണ്ടെത്തിയതായിട്ടുള്ള സൂചനയുണ്ട്. സ്ട്രക്ചറുമായിട്ട് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ, സിവിൽ ഡിഫൻസ് വണ്ടിയേഴ്സൊക്കെ താഴേക്ക് ഇറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. സോൺ 3-ലാണ് ആ തെരച്ചിലിൻ്റെ ഇടത്തേക്കാണ് ആളുകൾ പോകുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും സാധ്യതകൾ, ശരീരാവശിഷ്ടം അല്ലെങ്കിൽ ശരീരം കണ്ടെത്താനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് വേണം കരുതുവാൻ. കാരണം എല്ലാവരും അവിടേക്ക് ഒന്നിച്ച് നീങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നും ആംബുലൻസ് ഉടൻ വരുമെന്ന അറിയിപ്പ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. വാഹനങ്ങൾക്ക് ആംബുലൻസിന് പോകാൻ വഴിയൊരുക്കാനുള്ള നിർദ്ദേശം പോലീസ് നൽകുന്നു. അതായത് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയെന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ആരുടേതാണ്, എന്താണ് എന്നുള്ളത് നമുക്ക് അല്പ നിമിഷത്തിന് ശേഷമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു മൃതദേഹം കൂടി കണ്ടെത്തി എന്ന തരത്തിൽ തന്നെ ഉള്ള സൂചനയാണ് ലഭിക്കുന്നത്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ഇന്ന് രാവിലെ തെരച്ചിൽ തുടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും മറ്റൊരു മൃതദേഹം കണ്ടെത്തിയതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ഇന്നലത്തെ മോശം കാലാവസ്ഥ തെരച്ചിലിനെ കാര്യമായി ബാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഈ സമയം വരേക്കും വലിയ മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ഘടകം. ഇതുവരെ ഇറങ്ങാൻ കഴിയാത്ത സോൺ 3-ലേക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് പ്രവേശിക്കാൻ കഴിഞ്ഞു. അവിടെ മണ്ണ് നീക്കി പരിശോധന നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടായിട്ട് വേണം നമ്മളിതിനെ കാണുവാൻ. വാഹനങ്ങൾ, മണ്ണ് നീക്കുന്ന വാഹനങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നുണ്ട്. ഒപ്പം അവിടെ ആരെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളൊരു കാര്യം. നമുക്കതിലേക്ക് അല്പസമയത്തിന് ശേഷമേ ആ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. കാരണം നമുക്ക് ആ മേഖലയിലേക്ക് മാധ്യമങ്ങൾക്കൊന്നും തന്നെ പ്രവേശനമില്ല. അവിടെ പൂർണ്ണമായിട്ടും മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഉള്ള ഒരു ഇടമാണ്. ഈ കയറിനപ്പുറം ആർക്കും മാധ്യമങ്ങൾ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ അവിടേക്ക് ഇറങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. പോലീസിൻ്റെ ഭാഗത്തു നിന്നും കർശന നിർദ്ദേശം വരുന്നുണ്ട്. അവിടെ മൃതദേഹം കണ്ടെത്തിയോ എന്ന ചോദ്യമാണ് ഇനി നമുക്ക് ഉത്തരം കിട്ടാനുള്ളത്. 4 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 4 പേരെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. 5 പേരെ ആയിരുന്നു. ഇന്ന് രാവിലെ മുതൽ 5 പേർക്കാണ് തിരച്ചിലായിരുന്നു. ഒരു മൃതദേഹം അല്പസമയം മുമ്പ് ലഭ്യമായി. ഇപ്പോൾ സ്ട്രെച്ചറും മറ്റുമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും അങ്ങ് സോൺ 3 മേഖലയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആംബുലൻസിനുള്ള ഏർപ്പാടുകളും ബന്ധപ്പെട്ടവർ ചെയ്യുന്നുണ്ട്, പോലീസ് അടക്കം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ശരീരാവശിഷ്ടമോ ഒരു മൃതദേഹമോ മറ്റോ ലഭ്യമായോ എന്ന സംശയമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഒരുപക്ഷെ അതിനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതൽ. ഇന്നിപ്പോൾ മഴ അല്പം ഒന്ന് മാറി നിൽക്കുന്ന ചെറിയ മഴയുണ്ടെങ്കിൽ പോലും അതിശക്തമായ മഴയില്ല. രാവിലെ അല്പസമയം വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയുള്ള തിരച്ചിലും മറ്റു കാര്യങ്ങളും മറ്റും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.